പിന്നെ കുറേ ദിവസമായി പറയുന്നത് ഈ വർക്ക്സിൻ്റെ തിരക്കെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാലൊന്ന്. അപ്പോൾ ഈ വീക്കെൻഡ് ഞങ്ങൾ മൂന്നാർ പോകാൻ തീരുമാനിച്ചു. കുറച്ച് ഏർലി മോർണിംഗ് ഇറങ്ങുന്ന ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് എത്തി. ഇതാണ് പ്രോപ്പർട്ടിൻ്റെ പേര് ദ ലീഫ് മൂന്നാർ എന്നാണ്. നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ നമുക്ക് സെറ്റ് ചെയ്യുന്ന. പുള്ളിയായിട്ട് സ്റ്റാർട്ട് ചെയ്ത ട്രാവൽ ഏജൻസിയാണ്. ഞാൻ പുള്ളിൻ്റെ കോൺടാക്ട് താഴെ കൊടുക്കാം. ആരില്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ആംബിയൻസിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇതായിട്ട് റൂം കാര്യങ്ങളൊക്കെ വരുന്നത്. ഞങ്ങൾ വന്നിറങ്ങി അപ്പോൾ തുടങ്ങിയ മഴയായതുകൊണ്ട് ഞങ്ങൾക്ക് തീരെ പുറത്തിറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നെക്സ്റ്റ് ടൈം വേണ്ടി ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ്. ട്രിപ്പിന് പോയതുകൊണ്ട് മേക്കപ്പ് ബോക്സ് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മിന്നുവിൻ്റെ കയ്യിലുള്ള ചെറിയ ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് ഞാനുള്ള മേക്കപ്പ് ചെയ്ത് കൊടുത്തു. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് മെൻഷൻ ചെയ്യണേ. പിന്നെ ഈ മുതലിൻ്റെ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഞാൻ തന്നെ ആയതുകൊണ്ട് എനിക്ക് അധികം പണി എടുക്കേണ്ടി വരില്ല. എല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എന്തായാലും ഒരുങ്ങിയതല്ലേ, എന്നാൽ പിന്നെ 2 ഷോ അവളുടെ വകയും. ഈ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ഗേൾസിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ബോയ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോവാണ്. നമ്മൾ നെക്സ്റ്റ് പോകുന്ന കാന്തല്ലൂരൊക്കെയാണ്. മൂന്നാർ ടു കാന്തല്ലൂർ ഡ്രൈവ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ് കേട്ടോ. നല്ല ആംബിയൻസ് ഉള്ള റോഡാണ്. അങ്ങനെ പോകുന്നതൊക്കെ ഞങ്ങൾ വണ്ടി സൈഡായി കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ അവിടെ നിന്ന് എടുത്തു. എന്നിട്ടാണ് പോകുന്നത്. പിന്നെ ഡ്രൈവിംഗ് എല്ലാം ഒറ്റയ്ക്ക് ആയതുകൊണ്ട് കുറേ ചായ കുടിക്കേണ്ടി വന്നു. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പ്രോപ്പർട്ടി. ദേശാടൻ റിസോർട്ട്സ് എന്നാണ് കേട്ടോ നമ്മുടെ ഈ പ്രോപ്പർട്ടിൻ്റെ പേര്. ഈവനിങ് ടൈമിൽ മലേൻ്റെ മുകളിൽ മഞ്ഞൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. അങ്ങനെ അന്ന് അവിടെ എക്സ്പ്ലോർ ചെയ്ത് നെക്സ്റ്റ് ടൈം വേണം നമ്മൾ കുറച്ച് ഗാർഡൻസ് കാര്യങ്ങളൊക്കെ കണ്ട് നേരെ സിപ്പ് ലൈനിലേക്കാണ് പോയത്. ഇത് നമുക്ക് അവിടെ നിന്ന് കിട്ടിയ 2 ഫ്രണ്ട്സാണ് കേട്ടോ. ആൻഡ് ഡോക്ടറും ഉമ്മൻ നേവിയിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്. ആൻഡും മിന്നും ആദ്യം ഒരു പേടിയുണ്ടായിരുന്നെങ്കിലും കയറി പകുതി എത്തിയപ്പോൾ 2 പേരുടെ പേടിയൊക്കെ മാറി സെറ്റായിട്ടോ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.